ചൂടുവയ്ക്കുമീ നൃത്തലോലമാകണി. Good morning, ma'am. Morning. സ്വർഗമാകണി അമൃതമാകണി ചരങ്ങൾ ഗുരുവരങ്ങളാകണി ഹൃദയരാഗ തന്ത്രി മീട്ടി. Thank you. Prayer by Monisha. Okay, thought of today. If you take care of your immediate surroundings, the universe will take care of itself. Mahatma Gandhi. Thank you, ma'am, for your welcome class. Signing up. സൈനുണ്ട്. പുസ്തകങ്ങളെ കവചമാക്കുക, വായനയെ വജ്രായുധമാക്കുക. 1996 മുതൽ കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച വായനാ വാരമായും കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകരുമായ PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. കേരള സർക്കാർ 1996 മുതൽ അദ്ദേഹത്തിന്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു. സ്കൂളുകളിൽ റീഡിംഗ് പ്രചരിപ്പിക്കുവാനായി റീഡിംഗ് ക്ലബ്ബുകളും ഇലക്ട്രോണിക് ക്ലബ്ബുകളും ആരംഭിക്കാൻ ഈ സമയം വിനിയോഗിക്കുന്നു. 2017 മുതൽ ഈ ദിനം ദേശീയ വായനാ ദിനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. जून 19 वाचन दिवस। आज के लिए और सदा के लिए सबसे बड़ा मित्र है अच्छी पुस्तक. ഈ വായനാ ദിനത്തിൽ ആദ്യമായി അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ അമ്മയെയും അച്ഛനെയും ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാ കിഡ്സിനെയും ഞങ്ങളുടെ പ്രിയങ്കരിയായ ഗുരുവിനെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം അവർ മാർവലസ് ക്ലാസ്. മിസ് signing by Prasida from Thrissur. Okay, Prasida, thank you. ഇന്നലെ വായനാദിനത്തിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നോ? ഇല്ല മാം. ഇംഗ്ലീഷിന്റെ ക്ലാസ് ആയിരുന്നു, കുറച്ച് തീർക്കാനുണ്ട് പോർഷൻസ്, അതുകൊണ്ടൊന്നും. ഓക്കെ, ശരി. നമ്മള് പാർട്ട് 4 സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. പാർട്ട് 4 ആരും തുടങ്ങിയിട്ടില്ലല്ലോ? തുടങ്ങിയോ? No, ma'am. ഇല്ല മാം. 4 യൂണിറ്റ് 1 സ്കൂൾ മാനേജ്മെന്റ്. എല്ലാവർക്കും കേൾക്കാലോ? സ്ക്രീൻ കാണാലോ? യെസ് മാം, ക്ലിയർ ആണ്. School management. In the present condition, the standard teachers are alike to be graduate, so the management awaits them to do office work also. Present condition. ഇത് ഏത് ടെക്സ്റ്റ് ആണെന്നോ? പാർട്ട് 4 ആണ് കേട്ടോ. പാർട്ട് 4. 158 പേജ് നമ്പർ 158. നമ്മള് സ്റ്റാൻഡേർഡ് അധ്യാപകരാണ് നമ്മൾ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ സോ ദ മാനേജ്മെന്റ് അവൈറ്റ്സ് ദം ടു ഡു ഓഫീസ് വർക്ക്. ഗ്രാജുവേറ്റ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് സ്കൂളില് ക്ലാസ് എടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമായിരിക്കും വരുന്നത്. ആണോ? ഓഫീസ് വർക്ക് കൂടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതായത് സ്കൂളില് കുട്ടികളെ പഠിപ്പിക്കാന്നുള്ള മാത്രമല്ല, എന്താണ് നമ്മൾ ഓഫീസ് വർക്ക് കൂടെ അവരുടെ മാനേജ്മെന്റ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, ഇവിടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഗ്രാജുവേറ്റ്സിനെ പോലെ എന്തിനു സൂചിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല, അതവിടെ പ്രത്യേകിച്ച് ഒരു നോക്കാനില്ല. കാരണം എന്താണ്, അതായത് ഇവിടെ നിലവിലെ സാഹചര്യത്തിൽ സ്റ്റാൻഡേർഡ് അധ്യാപകരായിട്ട് കാണുന്നത് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരെ എന്ന രീതിയിലാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, മാനേജ്മെന്റ് അവർക്ക് ഓഫീസ് വർക്ക്, അതായത് ക്ലാസ് എടുക്കുന്നത് മാത്രമല്ലാതെ ഓഫീസിലെ ഡ്യൂട്ടീസ് കൂടി അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നതാണ് ഈ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ. Moreover, the KG teachers are tightly engaged in their class itself. They have to attend
to the students comprehensively. Generally, they move less from the school hours, whereas the standard teachers are changing themselves according to the subjects and have recreation period also. So they should have to take part in the management. The work of managing the school can be classified on the following terms. Moreover, the KG teachers are tightly engaged in the class itself. The KG teachers ne kurichittu endha parayunnathu? ടൈറ്റ്ലി എൻഗേജ് ആയിരിക്കും ക്ലാസ്സിൽ. tightly engaged, അതായത് കൃത്യമായ രീതിയിൽ എൻഗേജ്ഡ് ആവുകയാണ് അവരല്ലേ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഇടപെടുന്നവരാണ് KG ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. Have to attend the students comprehensively. അവർ കുട്ടികളെ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത്? എങ്ങനെയാണ് കുട്ടികൾ KG സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് ആ സ്റ്റുഡൻസിനെ ശ്രദ്ധിക്കേണ്ടത്, സമഗ്രമായിട്ട് കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു തരം ടൈപ്പ് ഓഫ് കുട്ടികളാണ് ഏത് വരുന്നത്? KG സ്റ്റാൻഡേർഡ്സിൽ വരുന്നത്. അപ്പോൾ നമ്മൾ മറ്റു കുട്ടികളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ കോംപ്രഹെൻസീവ് ആയിട്ടായിരിക്കണം കുട്ടികളെ അവിടെ ശ്രദ്ധിക്കേണ്ടത്. Generally, they move less from the school hours. എന്താ പറയുന്നത്? Generally, they move less from the school hours. എന്താണ് പറയുന്നത്? സാധാരണയായിട്ട് അവിടെ സ്കൂൾ ടൈമിൽ നിന്ന് കുറച്ച് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. എന്താണ് അങ്ങനെ പറയുന്നത്? KG സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം, KG ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ കുട്ടികളെ ഓരോരുത്തരായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പഠിപ്പിക്കാനുള്ള ടൈമിങ് കുറച്ച് അവർക്ക് കുറവാവും. മോറോവർ അവർക്ക് എല്ലാം നമ്മൾ ഫസ്റ്റ് പഠിപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് പഠിപ്പിക്കുന്നതിന് ടൈമിങ് കുറച്ച് കുറവാകുന്നു മാത്രം. സിലബസ് കവർ ചെയ്യാം. പഠിപ്പിക്കുന്ന ടൈം കുറച്ചുകൂടെ, പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ കെയർ ചെയ്യുന്ന കാര്യത്തിലാക്കി ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നത് അല്ലെ പഠനം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, നിങ്ങൾ KG പോകുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇവിടെ കൃത്യമായിട്ട് ക്ലാസ് ആണോ ശരിക്കും നടക്കുന്നത്? കണ്ടന്റ് പഠിപ്പിക്കലാണോ ഏറ്റവും കൂടുതലായിട്ട് അവിടെ നടക്കുന്നത്? സോഷ്യൽ ഇന്ററാക്ഷൻ, കൂടുതൽ ഇന്ററാക്ഷൻസ് നടക്കും. ഇന്ററാക്ഷൻസ് നമ്മളെ കെയർ ചെയ്യാനാണ് അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം പോകുന്നത് അല്ലെ. KG സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ നോക്കുന്നത് കെയർ ചെയ്യുന്ന സമയത്തിലാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. ഓക്കെ. Whereas the standard teachers are changing themselves according to the subjects and have a recreation period also. The standard teachers are changing themselves according to the subjects and have a recreation period also. എന്താണ് recreation periods എന്ന് സൂചിപ്പിക്കുന്നത്? അതായത് ഓരോ ടീച്ചേഴ്സും തന്റെ വിഷയങ്ങൾക്കനുസരിച്ച് സ്വയം മാറുകയാണ് അല്ലെ. ഇപ്പൊ ഏത് വിഷയം ആയിക്കോട്ടെ അതിനനുസരിച്ച് നമ്മൾ മാറുന്നു. നമ്മുടെ ടോപ്പിക്സിനനുസരിച്ചിട്ട് ആ ടോപ്പിക്സ് ഏത് സബ്ജക്റ്റ് ആണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മാറുന്നുണ്ട്. ക്ലാസ് എടുക്കുന്നതിനനുസരിച്ച് ഏത് ടൈപ്പ് സബ്ജക്റ്റ് ആണോ നമ്മൾ പഠിപ്പിക്കുന്നത് അതിനനുസരിച്ച് നമ്മളിൽ എന്ത് വരുന്നുണ്ട്? നമ്മൾ സ്വയം മാറുന്നുണ്ട്. Then I have recreation period also. Now recreation periods recreation periods. Recreation activities recreational activities. വിനോദ പ്രവർത്തനങ്ങൾ ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം റീക്രിയേഷൻ പീരീഡ്സ് ആണ് ഉൾപ്പെടുത്തുന്നത്? അസൈൻമെന്റ് പ്രൊജക്ട്സ് ഒക്കെയാണ്. ആർട്ട്, ഡാൻസ് ഒക്കെ. KG സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അങ്ങനത്തെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആണ്. റീക്രിയേഷൻ ആക്ടിവിറ്റീസ് ആണ് എക്സ്ട്രാ ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. മാം KG കളിക്കലൊക്കെയാണോ? അതെ അതെ ഗെയിംസ്, കറാട്ടെ അതുപോലത്തെ അതൊക്കെ തന്നെ. അതായത് നമ്മുടെ പഠിപ്പിക്കുന്നതിൽ കൂടുതൽ മറ്റ് ആക്ടിവിറ്റീസ് ആക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള പീരീഡ്സുകൾ കൂടി അവിടെ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അതായത് നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്വയം മാറുകയും അതോടൊപ്പം തന്നെ എന്താണ് അതിലെ റീക്രിയേഷൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഉൾപ്പെടുത്തണം. എപ്പോഴും ഒരു സബ്ജക്റ്റ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേ ഇരുന്നാൽ മതിയോ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം?
ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്നുള്ള ഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? ഈ പഠനം മാത്രം മതി നമുക്ക്? ഒരിക്കലും പറ്റില്ല അല്ലെ? പഠനം മാത്രം വായിക്കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റം വളരെ പോറാണ്. അപ്പൊ അവിടെ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് റീക്രിയേഷൻ ആക്ടിവിറ്റീസ് അവിടെ ഉൾപ്പെടുത്തിയത്. വാമപ്പ് ആക്ടിവിറ്റീസുകൾ നമുക്ക് പല രീതിയിൽ ചെയ്യാം. റീക്രിയേഷൻസ് എന്ന് പറയുന്നത് പല രീതിയിൽ ചെയ്യാം. ചിലപ്പോ ഒരു എക്സസൈസ് ക്ലാസ് ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ് ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും PT അതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. യെസ്. So they should have to take part in the management. The work of managing is a school can be classified on the following grounds. അപ്പൊ എന്ത് തന്നെയാണെങ്കിൽ എന്താണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ആ ക്ലാസ് എടുക്കാന്ന് മാത്രമല്ല മറ്റു ആക്ടിവിറ്റീസും ചെയ്യണമെങ്കിൽ നമ്മൾ ആ മാനേജ്മെന്റുമായിട്ടുള്ള ഇടപെടൽ വരണം. അതായത് സ്കൂളില് നമ്മൾ ക്ലാസ് എടുക്കാവുന്ന ഉത്തരവാദിത്വം മാത്രമല്ല നമ്മൾ നിശ്ചിതമായിരിക്കുന്നത്. മറ്റെന്താ ടേക്ക് പാർട്ട് ഇൻ ദ മാനേജ്മെന്റ്. നമ്മുടെ മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ മാനേജ്മെന്റ് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസ് അല്ല ഡ്യൂട്ടീസ്, കുറെ ഉത്തരവാദിത്തങ്ങള് നിങ്ങൾക്ക് വരാനുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും സ്കൂളിൽ പോയി പഠിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. നമുക്ക് ഒരുപാട് വർക്കുകൾ വരാൻ പോകുന്നുണ്ട്. ഈ ചാപ്റ്റർ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അതായത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പഠനം മാത്രമല്ല അവിടെ നടക്കുന്നത്, മറ്റു കുറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിലും കൂടി നമ്മൾ എൻഗേജ്ഡ് ആവേണ്ടിയിരിക്കുന്നു. നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്നത് അതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ നടക്കുന്ന മറ്റ് ഓഫീസ് ഡ്യൂട്ടീസിൽ കൂടി നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിട്ട് വരുന്നത്. ഓക്കെ. യെസ്. അപ്പൊ പ്രധാനമായിട്ടും എന്തൊക്കെ ഓഫീസ് ഡ്യൂട്ടീസ് ആണ് സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് മാനേജ് ചെയ്യുന്നത്? ഫസ്റ്റ് എന്താണ്? ക്ലാസ് റൂം മാനേജ്മെന്റ്. അറിയാലോ, ക്ലാസ് റൂം മാനേജ്മെന്റ്. Premises and building maintenance. Premises and building maintenance എന്ന് പറഞ്ഞാൽ എന്താ? Premises സ്കൂൾ പരിസരവും ബിൽഡിങ്സും, നമ്മുടെ സ്കൂളിലെ പരിസരവും അതേപോലെ തന്നെ ആ ബിൽഡിങ്സും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതും ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ അവിടെ നിൽക്കുന്ന മറ്റ് സ്റ്റാഫുകളുടെ ഉത്തരവാദിത്തമല്ല. നമ്മുടെ സ്കൂളിന്റെ പരിസരം, ചുറ്റുമുള്ള പരിസരം, ക്ലാസ് റൂമിന്റെ ആ ഒരു ചുറ്റുപാടും കംപ്ലീറ്റ് ആയിട്ട് അല്ല ബിൽഡിങ്ങിൽ ഏതെങ്കിലും തരത്തിൽ തകരാറുകൾ വന്നാൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആരായിരിക്കണം? അധ്യാപകർ തന്നെയായിരിക്കും. ഓക്കെ. അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഓഫീസ് മെയിൻ്റനൻസ്. ആണോ പറഞ്ഞ ആൻസർ? പ്രിമൈസസ് പരിസരങ്ങൾ, സ്കൂൾ പരിസരം. സ്കൂൾ പ്രിമൈസസ് എന്ന് വെച്ചാൽ സ്കൂൾ പരിസരങ്ങൾ. പ്രിമൈസസ് മീൻസ് പരിസരം. ഓഫീസ് മെയിൻ്റനൻസ്. ഓഫീസ് മെയിൻ്റനൻസിന് എന്തൊക്കെ വരുന്നുണ്ട്? ഓഫീസ് മെയിൻ്റനൻസിന് എന്തൊക്കെ പറയാം നമുക്ക്? സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെട്ട് എൻക്വയറീസ് വരാം. ഫീസിന്റെ എല്ലാം ഫീസ്, പിന്നെ രജിസ്ട്രേഴ്സ് ഓഫീസില് രജിസ്റ്റേഴ്സ്, പിന്നെ മെഷീനറി വരുന്നുണ്ടോ? ഓക്കെ. അഡ്മിഷൻ പ്രോസസ്സുകൾ അല്ലെ? അഡ്മിഷൻ പ്രോസസ്, TC പ്രോസസ്സുകൾ ഉണ്ടാവാം. പിന്നെ എന്താണ്? ടൈം ടേബിൾ പ്രോസസ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഓഫീസ് മെയിൻ്റനൻസ് വരുന്നുണ്ട്. പിന്നെ ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ്. എന്താണ് ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ്? പാർട്ട് 4 കുറച്ച് ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനുണ്ട്. ചില ചാപ്റ്റേഴ്സ് മാത്രം ഉള്ളത്, എല്ലാത്തിലില്ല. ഓക്കെ. ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ്. എന്താണ് ക്യാൻവാസിംഗ്? പരസ്യാറ്റ്. എന്ത് പരസ്യാക്കാനാണ്? സ്കൂളിന്റെ കാര്യങ്ങളാണോ? പോലത്തെ ആണോ? പ്രചാരണം എന്ന് പറയും. പ്രചാരണം അതായത് നമ്മൾ ഒരു അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട്, സ്കൂൾ അക്കാദമിക് ഇയർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെയാണ് എന്ത് നടക്കുന്നത്? ക്യാൻവാസിംഗ് നടക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ സ്കൂളിലേക്ക് ടീച്ചേഴ്സ് വരാറില്ല, കുട്ടികൾ ഇങ്ങനെ സ്കൂളിൽ ചേർക്കണമെന്ന് പറഞ്ഞിട്ട് വരാറുണ്ടാവും. യെസ്, ദാറ്റ് ഈസ് ക്യാൻവാസിംഗ്. അപ്പൊ ക്യാൻവാസ് ചെയ്യല്, പ്രൊപ്പഗൻഡാസ് പ്രചരിപ്പിക്കുക. അതായത് പ്രചരിക്കുക എന്ന് പറഞ്ഞാൽ സ്കൂളുമായി റിലേറ്റഡ് ആയിട്ടുള്ള, സ്കൂളിന്റെ അക്കാദമിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് നമ്മളുടെ പറയും അല്ലെ? സ്കൂളിൽ ഇന്ന തരത്തിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, ഇത്ര നല്ല ടാലന്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് സ്വീകരിക്കുന്നുണ്ട്, സ്മാർട്ട് ക്ലാസ് റൂംസ് അവൈലബിൾ ആണ്,
സ്കൂളിൽ മറ്റു തരത്തിലുള്ള ഫെസിലിറ്റീസിന്റെ അതൊക്കെ പറഞ്ഞ് എന്താണ് നമ്മൾ കൺവീൻസ് ചെയ്യിപ്പിക്കും അല്ലെ. റെക്കമെൻഡേഷൻ അല്ല, കൺവീൻസിങ് ആണ് വെച്ചിട്ടുള്ളത്. പാരന്റ്സിന് നമുക്കൊക്കെ താല്പര്യം തോന്നും അല്ലെ, നമ്മളത് ചേർക്കാനുള്ള താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ക്യാൻവാസിന്റെ പ്രൊപ്പഗണ്ടയുടെ ആ ഉദ്ദേശം പറയുന്നത്. ഓക്കെ, നമ്മൾ ടൈപ്സ് ഓഫ് ക്യാൻവാസ് എന്നൊക്കെ അടുത്ത ഭാഗങ്ങളിൽ പഠിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട് കേട്ടോ. അടുത്തത് ഡിസിപ്ലിൻ മെയിൻ്റനൻസ്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അധ്യാപകരുടെ അല്ലെ, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അച്ചടക്ക പരിപാലനം. ഓക്കെ, ക്ലാസ് റൂമിൽ മാത്രമാണോ ഡിസിപ്ലിൻ മെയിൻ്റനൻസ് വേണ്ടത്? ഹോൾ സ്കൂൾ അല്ലെ, ആ സ്കൂളിന്റെ മൊത്തം ഡിസിപ്ലിൻസ് നമ്മുടെ കയ്യിലാണ്. അതായത് പുറത്തേക്ക് ഇറങ്ങിയാലും ക്ലാസ് റൂമിൽ മാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങിയാലും ലഞ്ച് ടൈമിലെ ബ്രേക്ക് ടൈമിലൊക്കെ അച്ചടക്ക പരിപാലനം ആവശ്യമാണ്. അതുകൊണ്ട് ക്ലാസ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലാതെ ക്ലാസ് ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ എന്താണ് കുട്ടികളുടെ ഡിസിപ്ലിൻസ് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക. അതുപോലെ പലതരത്തിലുള്ള ഫെസ്റ്റിവൽസ് നടക്കാറുണ്ട് സ്കൂളുകളിൽ, അല്ലെങ്കിൽ പ്രോഗ്രാംസ്, അതിലെ മറ്റ് സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് കുട്ടികളുടെ അച്ചടക്ക പരിപാലനം നോക്കേണ്ടത് ആരാണ്? അധ്യാപകരാണ്. ഓക്കെ, then parting function and meeting. ഇനി ഒരു സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും മീറ്റിംഗ് ആയിക്കോട്ടെ, അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഹെഡ് മാസ്റ്റർ മാത്രമാണോ ഉത്തരവാദിത്തം വഹിക്കുന്നത്? ആണോ? ടീച്ചേഴ്സ്. ഫംഗ്ഷൻ നടന്നാൽ നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടാൻ പോകുന്ന സിറ്റുവേഷൻ ആനുവൽ ഡേ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് നിന്ന് ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കില്ല അല്ലെ. അതായത് അത്രയും അറേഞ്ച്മെന്റ്സുകൾ അധ്യാപകരായിരിക്കും. അതായത് കോർഡിനേഷൻ നടത്തുന്നത്, കുട്ടികളെ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഗസ്റ്റിനെ അറേഞ്ച് ചെയ്യണം, ഗസ്റ്റിന് വേണ്ട ആവശ്യങ്ങൾ, അതായത് ഗസ്റ്റ് വരുന്നതിന് മുമ്പായിട്ട് അറേഞ്ച് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എന്താ, അതിന്റെ ഇൻവിറ്റേഷൻ പ്രോസസ്സുകൾ, മൊത്തത്തില് സ്റ്റേജ് ഡെക്കറേഷൻസ് വരെ, അത് കുട്ടികളെ ഒരു സ്ഥലത്ത് അടക്കി ഒതുക്കിയിരിക്കുന്നത് വരെ എന്താണ് ആരുടെ ഡ്യൂട്ടീസ് ആണ്? ഇതെല്ലാം അധ്യാപകരുടെ ഡ്യൂട്ടീസ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഒരു സ്കൂളിൽ നടക്കുന്ന ഫംഗ്ഷൻ ആയിക്കോട്ടെ, മീറ്റിംഗ് ആയിക്കോട്ടെ, മീറ്റിംഗ്സ് വരാറുണ്ടാകുന്ന മറ്റു മീറ്റിംഗ്സുകൾ അല്ലെ, ഏതെങ്കിലും അവയർനെസ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് വരുന്നതോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ പ്രോബ്ലം ഉണ്ടായിട്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്നതോ, സ്റ്റാഫുകൾ തമ്മിലുള്ള മീറ്റിംഗ്സ്, സ്കൂൾ ടീച്ചർ സ്റ്റാഫുകൾ തമ്മിലുള്ള മീറ്റിംഗ്സ്, ഇതിലൊക്കെ എന്താണ് ഭാഗമാകേണ്ടത് ആരാണ്? അധ്യാപകരുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ. സ്കൂളിലെ നല്ല വിധത്തിലുള്ള ആശയവിനിമയം നടത്തുന്നതിന്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അധ്യാപകരാണ്. ഓക്കെ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. എന്താണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്? സ്കൂളിലെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. യെസ്, അതായത് ഫീസ് സ്ട്രക്ചർ വരുന്നുണ്ട് അതില്. യെസ്, പ്രധാനമായിട്ടുള്ള ഫീസ് സ്ട്രക്ചർ ആൻഡ് സ്കൂൾ ബഡ്ജറ്റിംഗ്, ഇതെല്ലാം കാര്യങ്ങളിൽ ഇടപെടുത്തുന്ന ആരാണ്? അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വരുന്നത് ടീച്ചേഴ്സിനാണ്. ഓക്കെ, സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് അധ്യാപിക മാനേജ് ചെയ്യേണ്ടത്. ഇതെല്ലാം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതെല്ലാം കുറച്ചും കൂടി വൈഡഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. യെസ്, ഇപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? ക്ലാസ് റൂം മാനേജ്മെന്റ്, പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്, ഓഫീസ് മെയിൻ്റനൻസ്, ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ്, ഡിസിപ്ലിൻ മെയിൻ്റനൻസ്, പാർക്കിംഗ് ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഓക്കെ, ഇനി ഇതിന്റെ എല്ലാം എക്സ്പ്ലനേഷൻസ് ആക്കി വരുന്നത് കേട്ടോ. Generally, one of the standard teachers is given power by the school to have control over the day-to-day transaction of the school. That does not mean that other teachers should define themselves within the classroom level without taking part in any of the school work. Sentence ഒന്ന് വായിച്ചിരിക്കേ. അതായത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ചില സ്കൂളുകൾ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാർക്കായിരിക്കും ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് കൊടുക്കുന്നത്. അവിടെ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടീസ് കൊടുക്കുന്നത് എന്ന് കരുതി മറ്റു ടീച്ചേഴ്സിന് എന്താണ് ക്ലാസ് റൂമിൽ മാത്രം ഒതുക്കി നിർത്തുന്നുള്ള ഒരു അർത്ഥം വരുന്നില്ല. That does not mean that other teachers should define themselves within the classroom level without taking part in any of the school work. എന്താണ്? അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് മാത്രമല്ല എന്ത് കൊടുക്കുന്നത്, ഓഫീസ് ഡ്യൂട്ടീസ് കൊടുക്കുന്നത്. അതായത്
ബാക്കി ടീച്ചേഴ്സ് ക്ലാസ് എടുത്തോളൂ എന്നൊരു ഡ്യൂട്ടിക്ക് നമ്മൾ പറയുന്നില്ല. ബാക്കി എല്ലാ ടീച്ചേഴ്സിനും ക്ലാസ് എടുക്കാറുണ്ട് കുട്ടിക്ക് പറഞ്ഞ അങ്ങനെ ആർക്കും സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കുന്നില്ല. എന്താണ് ചെയ്യുന്നത്? എല്ലാ അധ്യാപകർക്കും ഒരേപോലെ തന്നെയാണ് എന്ത് കൊടുക്കുന്നത്? ഓഫീസ് ഡ്യൂട്ടീസ്, സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതായത് ചില സ്കൂളുകളിലുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് മാത്രമായിരിക്കും ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് കൊടുക്കുന്നത്. ദൈനംദിന കാര്യങ്ങള് ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്തുമായിക്കോട്ടെ കൊടുക്കുന്നത്. എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ടീച്ചേഴ്സിന് ഒന്നും വർക്ക് കൊടുക്കുന്നില്ല എന്നൊരു അർത്ഥം അവിടെ വരുന്നില്ല. എന്താണ് ബാക്കി ടീച്ചേഴ്സിന് ക്ലാസ് മാത്രം കൊടുത്താൽ മതിയോ? ഇങ്ങനെയാണോ അവിടെ ചേർക്കുന്നത്? എന്താ പറയുന്നത്? അതായത് മറ്റ് ടീച്ചറുകൾ സ്കൂൾ ജോലിയിൽ പങ്കെടുക്കാതെ വെറുതെ ക്ലാസ് എടുക്കാൻ മാത്രമായിട്ട് ഒരു സ്കൂളും അനുവദിക്കുന്നില്ല. മനസ്സിലായോ? ക്ലാസ് എടുക്കുന്ന ഡ്യൂട്ടി മാത്രമല്ല നമുക്കുള്ളത്. എന്തുണ്ട്? സ്കൂൾ ഡ്യൂട്ടിയുടെ ഓഫീസ് ഡ്യൂട്ടിയോട് നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട്. ഇപ്പൊ ചിലപ്പോ ചില ദിവസങ്ങളിൽ ഓരോ ടീച്ചേഴ്സിനായിരിക്കാം ഡ്യൂട്ടീസ് വരുന്നത്. ഇപ്പൊ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഗേറ്റ് ഡ്യൂട്ടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ നോക്കാനായിട്ട് കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു ടീച്ചർക്കായിരിക്കും. ഫംഗ്ഷൻസ് മീറ്റിംഗ് വരുന്ന സമയത്ത് ചിലപ്പോൾ അതിന്റെ അറേഞ്ച്മെന്റ്സ് ചെയ്യാനായിട്ട് വേറൊരു ടീച്ചറായിരിക്കും. അങ്ങനെ പല രീതിയിൽ ഓരോ ടീച്ചേഴ്സിനും എന്താണ് നമ്മള് വീതിച്ചു കൊടുക്കുന്നത്, ക്ലാസ്സുകള് വീതിച്ചു കൊടുക്കുന്നത്. അല്ലാതെ ഒരാളെ മാത്രം ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് വിടുന്നില്ല. ഓക്കെ. ബസ് റൂട്ട് കൺട്രോൾ ചെയ്യുക, അങ്ങനെ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കൺട്രോളിങ്ങും ആരുടെ അധ്യാപകരുടെ. ഇപ്പൊ ഉച്ചഭക്ഷണമുള്ള സ്കൂളുകൾ ഉണ്ടാവും അല്ലെ? ഉച്ചഭക്ഷണമുള്ള സ്കൂളുകൾ ഏറ്റവും ബുദ്ധിമുട്ട് അല്ലെ? കുട്ടികളെ ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളതല്ല, അത് കൊടുക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് തന്നെയാണ്. ഓക്കെ. ഗവൺമെന്റ് സ്കൂളിലുള്ള ടീച്ചേഴ്സ് അറിയാം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അത് കൈകാര്യം ചെയ്യാൻ പറയുന്നത്. അപ്പൊ ആ ഒരു പാരഗ്രാഫിൽ അതാണ് സൂചിപ്പിക്കുന്നത്. ജനറലി വൺ ഓഫ് ദ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് given power by the school have control over the day-to-day transaction of the school. Then that does not mean that other teachers should define themselves within the classroom level. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് മാത്രമല്ല ഇത് കൊടുക്കുന്നത്. ചില ടീച്ചർമാർ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ടാവും, കുറച്ചുകൂടി PhD PG ഒക്കെ ഉള്ളവരുണ്ടാവാം. അവർക്ക് മാത്രമുള്ള ഡേ ടു ഡേ ട്രാൻസാക്ഷൻ കൊടുക്കുന്നത് മതി. ആർക്കും കൂടി കൊടുക്കുന്നുണ്ട്. സാധാരണ അധ്യാപകരുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണ ക്വാളിഫിക്കേഷൻ ഉള്ളവർ മാത്രമേ ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെയുള്ളവർക്ക് ക്ലാസ് എടുക്കാൻ മാത്രമല്ല കൊടുക്കുന്നത്, അവർക്കും കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിലധികം ഡ്യൂട്ടീസ് അവർക്കും അവിടെ ചെയ്യാനായിട്ട് മാനേജ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. Every teacher should share the work of the school management and make it as a teamwork. Underline ചെയ്യണേ. Every teacher should share the work of the school management and make it as a teamwork. എന്താണ് പറയുന്നത്? സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങള് അത് എന്തായിട്ടാണ് അവർ ചെയ്യുന്നത്? ഒരു ടീം വർക്ക് ആയിട്ടാണ് അവർ ചെയ്യുന്നത് അല്ലെ? അതൊരു കൂട്ടമായിട്ട് അവർ ഏറ്റെടുക്കുകയാണ്. അതായത് ഇപ്പൊ ഒരു ഡ്യൂട്ടി കൊടുക്കുമ്പോൾ ഒരു ടീച്ചറിനെ എല്ലാം അവിടെ കൊടുക്കുന്നത്. ചിലപ്പോൾ അസിസ്റ്റ് ചെയ്യുന്നതിന് മറ്റൊരു ടീച്ചറിനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരുപാട് 5 ടീച്ചേഴ്സ്. അപ്പൊ അത് കൊടുക്കുന്ന ഫംഗ്ഷൻസ് ഫിനാൻഷ്യൽ കാര്യങ്ങളാണെങ്കിൽ 1-2 പേര് മാത്രമായിരിക്കും. ഇപ്പൊ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാനാണെങ്കിൽ എന്താണ് ഒന്നിൽ കൂടുതൽ ടീച്ചേഴ്സ് അവിടെ ആവശ്യമായിട്ട് വന്നേക്കാം. എന്ത് വർക്ക്സ് കൊടുത്താൽ മാനേജ്മെന്റ് എന്ത് വർക്ക് കൊടുത്താലും എന്താണ് അവരൊക്കെ ടീം വർക്ക് ആയിട്ടായിരിക്കും അധ്യാപകർ ചെയ്യുന്നത്. ഓക്കെ. The teacher should share the work of the school management and make it as a teamwork. Okay. തന്നിരിക്കുന്ന ജോലികൾ അവർ പരസ്പരം പങ്കുവെച്ചത് ഷെയർ ചെയ്ത കാര്യത്തിൽ കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് ചെയ്ത ടീമായിട്ടായിരിക്കും ചെയ്യുന്നത്. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. മനസ്സിലായി. The sharing of the work can be assessed by the management or by the voluntary interest among the teachers. When a school is running with a good name, everyone takes as a credit of saying, "It is my school." So everyone should work the feeling our school. Anyway, the sharing of the work can be assessed by the management or by the voluntary interest among the teachers. എന്താ പറയുന്നത്? കൊടുക്കുന്ന ജോലികൾ ആര് വിലയിരുത്തും? ടീച്ചേഴ്സിന് കൊടുക്കുന്ന ജോലികൾ ആരാണ് വിലയിരുത്തപ്പെടുന്നത്? മാനേജ്മെന്റ് അല്ലെങ്കിൽ വോളണ്ടറി. മാനേജ്മെന്റിൽ വോളണ്ടിയേഴ്സ് ആയിരിക്കും നമ്മുടെ ഡ്യൂട്ടീസ്. നമ്മൾ ചെയ്യുന്ന
നിങ്ങളും ശ്രദ്ധിക്കുക, നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരിക്കും, വിലയിരുത്തപ്പെടുന്നുണ്ടായിരിക്കും. ശ്രദ്ധിക്കുക കേട്ടോ. അവർ സിസ്റ്റത്തിലെ പോകുമ്പോൾ ചിലപ്പോൾ അതിലാൾ പോയെന്ന് വിചാരിക്കരുത്, ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ പാസ് ചെയ്ത് പോകുന്നതായിരിക്കും. കൃത്യമായിട്ടത് ചെയ്യുന്നുണ്ടോ, അവിടെ സിൻസിയർ ആയിട്ടത് കാണിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ അവരവർ വരുന്നത്. കൃത്യമായിട്ട് അവർ അസസ്മെന്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ജോലി ചെയ്താലും, ഇപ്പൊ പഠിപ്പിക്കലായാലും കൂടി മറ്റെന്ത് ആക്ടിവിറ്റി ആയിക്കോട്ടെ, അത് ചെയ്യുമ്പോഴെന്താണ് കൃത്യമായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ടെന്ന് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നു. നമ്മുടെ താല്പര്യമാണ് നമ്മൾ ശരിക്കും അവിടെ വിലയിരുത്തുന്നത്. നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് അത് ചെയ്യുന്നുണ്ടോ എന്ന് കൂടെ അവിടെ ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്. When the school is running with a good name, everyone takes a picture of saying it's my school. ഇനി ഒരു സ്കൂൾ നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ, വളരെ സക്സസീവ് ആയിട്ടുള്ള ഒരു സ്കൂൾ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ ഒരു സ്കൂളിന് സൽപ്പേരുള്ള സ്കൂളാണെങ്കിൽ നമ്മൾ പറയും, എന്ത് പറയും? ഇറ്റ്സ് മൈ സ്കൂൾ, അതെന്റെ സ്കൂളാണ് അധ്യാപകർ പറയും. അത് ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളാണെന്നേ പറയുള്ളൂ. സോ everyone should work a feeling of feeling our school. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് അല്ലെങ്കിൽ തന്റെ സ്കൂളിന് കിട്ടുന്ന പേരിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ എന്താണ് സ്കൂളിന് ഒരു ഗുഡ് നെയിം ആണുള്ളതെങ്കിൽ നമ്മൾ വളരെ പ്രൗഡ് ആയിട്ട് നമ്മൾ പറയും, മറ്റുള്ളവരോടും എല്ലാവരോടും പറയുന്നത് ഇതെന്റെ സ്കൂളാണ്, അല്ലെ? മൈ സ്കൂൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്കൂളാണെന്ന് അഭിമാനത്തോടെയായിരിക്കും നമ്മളത് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? അവരും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ, ആ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടാണ് നല്ല രീതിയിൽ അധ്യാപകർ അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് അവിടെ സ്കൂളിൽ നല്ലൊരു പേര് ലഭിക്കുന്നു. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ എന്താണ് അത് നമ്മുടെ സ്കൂളാണെന്ന് പറയാനായിട്ട് അവരെ ആഗ്രഹിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടി, അല്ലെ വളരെ അഭിമാനത്തോടു കൂടിയായിട്ടാണ് ഇത് പറയുന്നത് എന്റെ സ്കൂളാണെന്ന് പറയുന്നത്. Most teachers are appointed for a class or for a subject. So the first main duty of the teacher is to carry out the class. That is known as a classroom management. Yes, most of teachers are appointed for a class or for a subject. ചില ടീച്ചേഴ്സിന് എന്താണ് ഒരു ടീച്ചേഴ്സിന് ക്ലാസ് കൊടുക്കും, ക്ലാസ് ആയിട്ട് കൊടുക്കും, അല്ലെ? ചില ടീച്ചേഴ്സ് എന്താണ് സബ്ജക്ട് മാത്രം എടുക്കാനായിരിക്കും. ചിലർക്ക് ക്ലാസ് ഡ്യൂട്ടി കൊടുക്കും, ചിലർക്ക് എങ്ങനെ കൊടുക്കുന്നത് സബ്ജക്ട് എടുക്കാനായിട്ട്, അല്ലെ? മനസ്സിലായോ? Most teachers are appointed for a class or for a subject. എന്താ പറയുന്നത്? എല്ലാ ടീച്ചർമാർക്കും ക്ലാസ് ചാർജ് കൊടുക്കാൻ പറ്റും നമുക്ക്? എല്ലാ ടീച്ചർമാർക്കും പറയാൻ പറ്റില്ല. അത് സബ്ജക്ട് ടീച്ചേഴ്സ് ഉണ്ടാവാം, അതേപോലെ തന്നെ ക്ലാസ് ഡ്യൂട്ടിയുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് സ്കൂൾ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാ ടീച്ചേഴ്സും ക്ലാസ് കൊടുത്താൽ എങ്ങനെ ശരിയാവുന്നത്? ഇല്ല. അപ്പൊ ചില ടീച്ചേഴ്സിനകത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടും. അതായത് സ്കൂളിന്റെ ക്ലാസ് റൂം ഡ്യൂട്ടി കൊടുക്കുന്ന ടീച്ചർമാരുണ്ടാവും, സബ്ജക്ട് ഡ്യൂട്ടീസ് കൊടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും. Most teachers are appointed for a class for a subject. So the first main duty to the teacher is to carry out the class. ഇപ്പോൾ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഡ്യൂട്ടി എന്താണ്? ക്ലാസ്സിനെ മൊത്തം ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. യെസ്, ക്ലാസ്സിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്ലാസ്സിനെ കൺട്രോൾ ചെയ്യാൻ, ക്ലാസ്സിനെ ക്യാരി ചെയ്യാന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? That is known as classroom management. Okay. Yes, സ്കൂളിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകണേ നമ്മൾ എന്ത് പറയും? സ്കൂളിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകണേ സ്കൂൾ മാനേജ്മെന്റ്. യെസ്. ഈ ഒരു വാക്കൊന്ന് ഇതൊന്നും നമ്മൾ ലൈൻ ചെയ്തിട്ടേക്കട്ടോ ടെക്സ്റ്റ്. First main duty of the teachers is to carry out. നമ്മുടെ ക്ലാസ്സിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മുടെ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസിന് നോട്ട് കിട്ടിയോ? വന്നിക്ക് വന്നിട്ടുണ്ട്. വായിച്ചു നോക്കിയായിരുന്നോ? അറ്റൻഡ് ചെയ്തിട്ടില്ല. Every teacher should take care of to maintain discipline everywhere, even when she is walking on the footpath. If she happens to see the students making quarrels, threatening others, speaking rubbish, she can call them and after making minimal inquiries, dispose of them with or without punishment. ഇനി
ക്ലാസ് റൂം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ക്ലാസ് റൂമും അതിന് തൊട്ടടുത്തുള്ള പ്രദേശം. ക്ലാസ് റൂം മാത്രമല്ല ടീച്ചർ ശരിക്കും പറഞ്ഞാൽ കൈകാര്യം ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം കുറച്ച് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട എന്താ കുറെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? എവറി ടീച്ചർ should take care to maintain discipline everywhere. ആണോ? എല്ലാ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എന്താണ്? എല്ലാവരും അച്ചടക്കം പാലിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാന ഡ്യൂട്ടിയുടെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എവിടെയാണോ നമ്മളുള്ളത് അവിടെയൊക്കെ എന്താണ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. യെസ്. ഇവൻ ഷീസ് വാക്കിംഗ് ഓൺ ദ ഫുട്പാത്ത്. ഒരു ടീച്ചർ നടന്നു പോകുന്നതെന്ന് വിചാരിക്കും. ഒരു വരാന്തയിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് എന്താണ് കുട്ടികൾ തമ്മിൽ if she happens to see the students taking students എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വഴക്കിടുക. വഴക്കിടുന്നത് കുട്ടികൾ തമ്മിൽ തർക്കം അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് നടക്കാന്ന് വിചാരിക്കാം. ത്രട്ടണിങ് അതേഴ്സ്, മറ്റു കുട്ടികളെ ഭീഷണിപ്പെടുത്തും. വഴക്കിട്ട് നിങ്ങളെ ഏട്ടാ നിന്നെ ഞാൻ കാണിച്ചു തരാം അതൊക്കെ പറഞ്ഞ ഒച്ചപ്പാടൊക്കെ വന്നിട്ടില്ലേ, ഞാൻ ശരിയാക്കിത്തരാണ് അവർ ക്ലാസ്സിൽ പുറത്തോട്ട് ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അതുപോലെ സ്പീക്കിംഗ് റഫിഷ്, ആവശ്യക്കാർക്ക് റഫിഷ് ആയിട്ടുള്ള സംസാരമൊക്കെ കൊണ്ട് സംസാരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ടീച്ചർ കേൾക്കുകയാണെങ്കിൽ നമ്മൾ വരാതെ പോകുന്ന സമയത്ത് കുട്ടികൾ തമ്മിൽ ഇങ്ങനെ ഒരു തർക്കം കാണുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവിടെ പറയുന്നത് എന്താണ്? കോൾ ദം ആൻഡ് ആഫ്റ്റർ മേക്കിംഗ് ഗിവൻ എൻക്വയറീസ്. അവരെ വിളിച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് ചോദിക്കുക? കാര്യം എന്താണെന്ന് ആദ്യം ചോദിക്കാം അല്ലെ? കാര്യം എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള കാര്യമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെഷേഴ്സ് പറഞ്ഞു കൊടുക്കുക. ഒന്നില്ലെങ്കിൽ ആവശ്യമുള്ള കാര്യമാണെങ്കിൽ എന്താണ് അതിന് വേണ്ട തർക്കം, അതിന് വേണ്ട പണിഷ്മെന്റ് കൊടുക്കുക. അല്ലാത്ത പക്ഷെ നമുക്ക് അവിടെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ എന്താണ് വിത്തൗട്ട് പണിഷ്മെന്റ്, അതായത് ശിക്ഷ ഒന്നും കൊടുക്കാതെ തന്നെ കുട്ടികളെ അവിടെ നിന്ന് വിട്ടേക്കുക. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, നമ്മുടെ ക്ലാസ് റൂമിൽ മാത്രമല്ല പുറത്തിറക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. സ്കൂൾ ഗേറ്റിന് പുറത്തും ഇത്തരത്തിലുള്ള വഴക്കുകൾ കാണാം. അപ്പോഴും നമ്മളവിടെ സ്കൂൾ ഗേറ്റിന് പുറത്താണെങ്കിൽ പോലും എന്താണ് അധ്യാപകർക്ക് അവിടെ ശാസിക്കാനുള്ള ഒരു അധികാരം ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല അല്ലെ? ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. നമ്മൾ വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. നമ്മുടെ സിറ്റുവേഷൻ ബേസിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, സ്കൂളിൽ പോകുമ്പോൾ ഇതേപോലെ സിറ്റുവേഷൻ കാണാം. അപ്പൊ അത് വിളിച്ച് ചോദിക്കുക. വേഗം വടിയെടുത്തൊന്നും അടിക്കാതെ എന്താ ചെയ്യേണ്ടത്? കാര്യം എന്താന്ന് ചോദിച്ചറിയാം. നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ അറിയിക്കുന്ന ഹയർ അതോറിറ്റി ഹെഡ് മാസ്റ്ററെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ മറ്റു ടീച്ചേഴ്സിനെ അറിയിക്കുക. നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് വെച്ചിട്ട് അതായത് കുട്ടികളെ തമ്മിൽ പരസ്പരം സോറിയൊക്കെ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാനുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യും. ഓക്കെ, മനസ്സിലായത്? നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കില്ലേ? ചിലപ്പം പഠിപ്പിച്ചോട്ടെ നിർത്തട്ടെ. When she say collective of student hasting before the tap or before any room or somewhere, she should order them to form a queue. അടുത്തൊരു സിറ്റുവേഷൻ ആണ് ഇത്. ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട ഒരു സിറ്റുവേഷൻ ആണ് ഇത് പഠിപ്പിക്കുന്നത്. എന്താണ്? When she see a collective of students hasting before the tap, എന്താണ്? കുട്ടികള് നമ്മള് കണ്ടിട്ടുണ്ട് ഉച്ചയ്ക്കൊക്കെ അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിന്റെ ടൈമിൽ കാണുന്നതാണ്. ടാപ്പിന് മുമ്പിൽ കൂട്ടം കൂടിയിരിക്കും അല്ലെ? അതായത് കൈ കഴുകാനോ അല്ലെങ്കിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ചിലപ്പോ കുട്ടികൾ എന്താണ് തിക്കും തിരക്ക് കൂടി നിൽക്കുന്നതാണ്. നമ്മൾ പഠിച്ച കാലഘട്ടത്തിൽ ഇതൊക്കെ കൂടുതലായിരുന്നു അല്ലെ? ഇതൊക്കെയാണ് നമ്മൾ കൈ കഴുകാനൊക്കെ പോയിരുന്നത്. നമുക്കൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നില്ല അല്ലെ? ശരിയാണ്, ആ ഒരു സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. കിട്ടിയിട്ടാണ് ടാപ്പിൽ ആദ്യം കൈ കഴുകാനായിട്ട് ഓടിച്ചത്. ഇവിടെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് പറയുന്നത്. എന്താണ്? ഇപ്പൊ ടാപ്പിന് മുന്നിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മുറിക്ക് മുന്നിലോ ഇപ്പൊ ചിലപ്പോൾ ക്ലാസ് റൂമിന് പുറത്തുനിന്ന് അകത്തേക്ക് കയറാനായിട്ടൊക്കെ നിൽക്കുന്ന സമയമാണെങ്കിൽ എന്താണ് കുട്ടികൾ അവിടെ തിക്കും തിരക്കും മുന്നിലേക്ക് കാണിക്കുന്ന സിറ്റുവേഷൻ ആണ് കാണുമെങ്കിൽ ആ സമയത്ത് കൊണ്ടുവന്ന സമയത്തായിക്കോട്ടെ. അപ്പോൾ എന്താണ് അങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അത് ഒരു കൂട്ടമായിട്ട് വിദ്യാർത്ഥികളെയും കൂടി കെട്ട് പണി നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് അവരോട് എന്ത് പറയണം? ക്യൂല് നിൽക്കാൻ വേണ്ടി ഒരു ഓർഡറിൽ ക്യൂ പാലിച്ച് നിൽക്കാനായിട്ട് കുട്ടികളോട് പറയുക. വൃത്തിയെ വേണം, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റും, പക്ഷെ കുട്ടികളെ നിർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. പറഞ്ഞു വെച്ച് പെട്ടെന്നൊന്നും ചെയ്യുന്നില്ല. നമുക്ക് പോയി കഴിയുമ്പോൾ പെട്ടെന്ന് അതേപോലെ തിരിച്ചാൽ കൂട്ടം ഫോം ചെയ്യും.
അതിന് പകരം അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓർഡറിലായിട്ട് നിർത്തുക, എന്നിട്ട് ക്ലാസ്സിലേക്ക് വെച്ചാൽ ശാസിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. ശാസിക്കുന്നതിന് കറക്റ്റ് ആയിട്ട് പറയാൻ ഇൻസ്ട്രക്ട് ചെയ്യുക, ക്ലാസ്സിൽ കയറ്റാൻ പറയും കേട്ടോ. കയറ്റി ഇത്തരം ക്ലാസ്സിലേക്ക് ടാപ്പിന് മുന്നിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരാൾ കഴിഞ്ഞിട്ട് വേണം അടുത്തോട് കഴുകാനെന്ന നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഉത്തരം മാറ്റാം. ഓക്കെ, അതൊക്കെ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അധ്യാപകർക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ, ഇതൊക്കെ ചെയ്യേണ്ടി വരും. അത് സ്കൂളിൽ ചെയ്യുന്നില്ലേ, നമ്മള് സ്കൂളിൽ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് സ്വമേധയ ഒരു കാര്യം വരും, ഒരു ചട്ടക്കൂട് വരും നമ്മുടെ മേത്ത്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് അതൊക്കെ ചെയ്ത് നോക്കുള്ളൂ. അത് നിങ്ങൾ പേടിക്കരുത്, പ്രത്യേക ട്രെയിനിങ് വേണ്ട. കാണുമ്പോൾ ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ സെൻസ് ഇല്ല അല്ലെ? പക്ഷെ അത് കണ്ട് അത് വ്യക്തമായിട്ട് ചെയ്യാം. വെറുതെ അല്ല ചെയ്യുന്നത്, സിൻസിയർ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതായിക്കോട്ടെ കേട്ടോ. Even when the prayer is going on, that is the situation. ഇതൊക്കെ എപ്പോ ചെയ്യുന്നുണ്ട് മിസ്? സ്കൂളിൽ ഇപ്പൊ താൻ പോയി വിചാരിക്കോ, ഇപ്പൊ ഇന്റർവെൽ ടൈമിൽ പുറത്തിറങ്ങുന്ന സമയത്ത് ഇത് കാണാം, അത് വെച്ചിട്ട് ലഞ്ച് ബ്രേക്കിന്റെ ടൈമിൽ കാണാം, ഇതൊക്കെ കാണാൻ പറ്റും. സ്കൂളിൽ പോയിട്ട് ഇതിലും വലിയ അപകടാവസ്ഥകൾ കാണാൻ പറ്റും, പിടിയിട്ട് കാണാൻ പറ്റും. താഴെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചാൽ മാറ്റാൻ പോലും പറ്റുന്നില്ല. അതുപോലെ നമ്മൾ നടന്നു പോകുന്ന വഴി ചിലപ്പോൾ സൂപ്പർ ഫാസ്റ്റ് വന്ന പോലെ കുട്ടികൾ ഓടി വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ കാണുന്ന സിറ്റുവേഷൻസ് ഒക്കെ അടക്കി പിടിച്ച് നിർത്തി നമ്മളത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റണം. അതന്നെ നമ്മൾ ടീച്ചേഴ്സിനെ ചെയ്യുന്നത് സ്കൂളിലാണ്. സന്ദർഭങ്ങളൊക്കെ തനിയെ വന്നോളും, പേടിക്കണ്ട. അതൊക്കെ ഉണ്ടാവും, പെരുമാറാനുള്ള സന്ദർഭങ്ങൾ സ്കൂളിൽ നടന്നിരിക്കുന്നുണ്ടാവും കേട്ടോ. സൂക്ഷിച്ചും തന്നെ കൈകാര്യം ചെയ്തോളാം. തല്ലേക്കണ്ട, പെട്ടെന്നൊന്നും തല്ലേക്കരുത്. ഓക്കെ ഓക്കെ, പെട്ടെന്ന് തല്ലരുത്. നമ്മൾ ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞിട്ടൊക്കെ ബാക്കിയുള്ള നടപടി സ്വീകരിച്ചാൽ. നമുക്കറിയാലോ കുട്ടികളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. പക്ഷെ ഞാൻ തല്ലിയിട്ടുണ്ട് കേട്ടോ, ഞാൻ ഒരുപാട് കുട്ടികളെ തല്ലിയിട്ടുണ്ട്. അതേപോലത്തെ സ്വഭാവം എങ്ങനെ തല്ലാതിരിക്കും? ഒരു കുഴപ്പമില്ല, അത് പാരന്റ്സ് പറഞ്ഞാൽ തല്ലിക്കോളാനാണ്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. അതായത് പുറത്ത് സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അങ്ങനെയുള്ളവർക്ക് പ്രശ്നമാണ്. ആൺകുട്ടികളെ ചിലവര് ഭയങ്കര വഷള സ്വഭാവമാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ അടിക്കുന്ന ഒരു പേടി ഉണ്ടാവും. അപ്പൊ ചിരിക്കാം. അടിക്കുന്ന ടീച്ചറിനെ ആ പിള്ളേർക്കൊരു പേടിയാവും. അതെ, ഏത് ക്ലാസ്സിലെ കാര്യം ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ കുട്ടികൾ 8ാം ക്ലാസ്സിലാണ്. 8 എന്ന് പറഞ്ഞ ഒരു ക്ലാസ്സിലായിരുന്നു. ഒരു രക്ഷയില്ലാത്ത, നമ്മളത് പറയാൻ പാടില്ല കുട്ടികളെ. പക്ഷെ ഇല്ലേ, അവരെങ്ങനെ വീട്ടുകാരെങ്ങനെ നോക്കണം എന്നാണ് നമ്മള്. ക്ലാസ്സിനുള്ളിൽ ഒരു ടീച്ചറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. പോലെ വീട്ടിലെന്തായിരിക്കും? എവിടെ കരിമ്പാടത്തായിരുന്നു മാം? കരിപ്പാടത്തെ കാര്യമാണ്. കരിപ്പാടത്തൊക്കെ ഇടവനക്കാൻ സ്കൂളിലൊക്കെ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാന് ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, PT ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ച തൊടുപുഴ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു സ്കൂളില്. പക്ഷെ ആ സ്കൂളിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഡിസിപ്ലിന്റെ കാര്യങ്ങൾ ഒറ്റ ടീച്ചേഴ്സ് ഇപ്പൊ ഇങ്ങനെ കുട്ടികളെ ലൈൻ തെറ്റിയിട്ട് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് അവർ വഴക്കിടുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ PT ടീച്ചറിനെ പോയി, അല്ലെങ്കിൽ PT മിസ്സിന്റെ അടുത്തേക്ക് ചെല്ലുന്നെന്നും പറഞ്ഞു ബാക്കിയുള്ള ടീച്ചേഴ്സ് ഒക്കെ എന്റെ അടുത്തേക്കാണ് പറഞ്ഞു വിട്ടത്. ഞാനാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഒന്നും ഒരു ടീച്ചേഴ്സിന്റെ റോളായിട്ട് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായില്ല മിസ്സേ. സത്യം പറഞ്ഞാൽ അതെല്ലാം എന്റെ റോളായിട്ടായിരുന്നു. ഞാനത് എന്റെ ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ രാവിലെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോ തൊട്ട് അവർ പോകുന്നത് വരെ ഡിസിപ്ലിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്കൂളിലെ അങ്ങനെ സ്കൂളിൽ പല ഡ്യൂട്ടീസ് വരുന്നുണ്ട്. അതിൽ ചിലപ്പോ പ്രധാന ഭാഗം വന്നത് എനിക്കായിട്ടുള്ളൂ. എല്ലാ ഡ്യൂട്ടീസും ഇതിൽ ഈ പറഞ്ഞ ഇപ്പൊ മിസ് പറഞ്ഞ അസംബ്ലി ഡ്യൂട്ടീസ്, കുട്ടികൾ ലഞ്ച് കഴിക്കാൻ പോകുമ്പോഴുള്ള ഡ്യൂട്ടീസ്, കുട്ടികൾ ബാത്റൂമിൽ പോകുമ്പോൾ ലൈൻ കീപ്പ് ചെയ്ത് പോകുന്നത്, ഹോൾഡ് യുവർ ഹാൻഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ PT ടീച്ചേഴ്സിന്റെ മാത്രം ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ ആ സ്കൂളിൽ കണ്ടത്. പിന്നെ എനിക്ക് മടുത്തിട്ട് ഞാൻ പിന്നെ ചില സ്കൂളിന്റെ ഐഡിയാസ് വ്യത്യസ്തമായിരിക്കും. പക്ഷെ 2-3 ടീച്ചേഴ്സ് തന്നെ ഒരാളെ കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പൊ സ്ട്രെങ്ത് കൂടുതൽ സ്കൂളിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പൊ ആ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ അത് ഫസ്റ്റ് കൈകാര്യം ചെയ്തില്ലേ? ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ചെയ്തിട്ടാ. ഞാൻ ഇപ്പൊ മിസ് പറഞ്ഞതുപോലെ നമ്മളൊരു വരാന്തയിൽ കൂടെ, ഞാനൊരു ക്ലാസ്സിന്റെ വരാന്തയിൽ കടന്ന് ചെല്ലുമ്പോ തന്നെ ആ ക്ലാസ് ഫുൾ ആയിട്ടാവും.
അപ്പൊ PT ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും. എന്നെ പഠിപ്പിച്ച PT ടീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേ ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ള ആളായിരുന്നു. ബ്രിജിനാമ എന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ടീച്ചറുമായിരുന്നു. ഞാനൊരു സ്പോർട്സിന്റെ ഇതിൽ എനിക്ക് ഒരു രീതിയിൽ എത്തിപ്പെടാൻ പറ്റിയത് ആ ടീച്ചറിന്റെ ഒരു കഴിവുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ ടീച്ചറിന്റെ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞ പോലെ കുട്ടികളോട് കുറച്ചൊക്കെ ഒരു ഇതായിട്ടാണ് ഞാൻ കുട്ടികളോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പേരിലായിരിക്കാം എല്ലാവർക്കും കുറച്ച് പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ടീച്ചേഴ്സ് എല്ലാം എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. മിസ് ചെന്നാലേ അത് നടക്കുള്ളൂ, മിസ് ചെന്നാലേ അത് ശരിയാവുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവർക്കും ഒരു നല്ല കാര്യമല്ലേ, നല്ല കാര്യമല്ലേ, പേടി ഉണ്ടാവാന്നുള്ളത് നല്ല കാര്യം. ഞാൻ ചെന്നാൽ മാത്രം ആ ഒരു അതുകൊണ്ടായിരിക്കാട്ടോ എനിക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു ഡ്യൂട്ടി വരാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നു. അത് നല്ല കാര്യമാണ്. കാരണം ഞാൻ പറയട്ടെ, ആദ്യം എന്റെ കുറെ കുട്ടികൾക്കൊന്നും എനിക്ക് ഇഷ്ടമില്ല. കാരണം അങ്ങനത്തെ സ്വഭാവം കാണിച്ചത്. കാരണം നമ്മൾ ചെല്ലുന്ന സമയം തന്നെ അവരെ കീഴ്പ്പെടുത്തി കളയരുത്. അത് അവർക്ക് മുതലെടുക്കുന്നതാണ്. അപ്പൊ നന്നായിട്ട് ഇഷ്ടമായിട്ടാണ് നിൽക്കണം. പെട്ടെന്ന് നേരത്തെ ഇഷ്ടമുള്ള ക്ലാസ് കയറുമ്പോൾ തന്നെ ടീച്ചറാണോന്ന് ചോദിക്കും. അപ്പൊ തന്നെ ആദ്യത്തെ സമയങ്ങളിലൊക്കെ. പിന്നീടാണ് നമ്മുടെ കയ്യിൽ അവരായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അതുവരെ നമ്മൾ ഭയങ്കര റഫിഷ് ക്യാരക്ടറാണ് നല്ലത്. പക്ഷെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. കുട്ടികളെ കയ്യിലെടുക്കാന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പെൺകുട്ടികളാണ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് നാക്ക് കൂടുതൽ, വായുടെ നാക്ക് കൂടുതൽ എന്നൊക്കെ പറയുന്നത്. നന്നായിട്ട് സംസാരിക്കും. പക്ഷെ അവര് എനിക്ക് ചില സമയത്ത് ആൺകുട്ടികൾ അത്ര ഇല്ല. പക്ഷെ പെൺകുട്ടികളുടെ വായുടെ നാക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ഉത്തരം പറയാന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്താണ്. നമ്മൾക്കൊക്കെ ടീച്ചർമാരോട് പറയാനൊരു പേടിയില്ല. പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല. ഒരു നോട്ടം കൊണ്ട് വരെ നമ്മളൊന്നും ഇതാക്കിയത് പെൺകുട്ടികളാണ്. പക്ഷെ ആൺകുട്ടികൾക്ക് കുറച്ചുകൂടി സ്നേഹമുണ്ട്. ആൺകുട്ടികൾക്ക് പ്രത്യേക ഒരു ഇതുണ്ട്, അങ്ങനെ കാണിക്കാറില്ല. ചിലപ്പോ അവരുടെ വഷളത്തലങ്ങളൊക്കെ അവർ കാണിക്കുമെങ്കിലും പക്ഷെ ആൺകുട്ടികൾക്ക് ഒരു സ്നേഹമുണ്ട്. അത് നിങ്ങൾക്ക് ക്ലാസ്സിൽ എത്തുമ്പോൾ മനസ്സിലാട്ടോ. അവർ പെൺകുട്ടികളെ പോലെ അല്ല. ആൺകുട്ടികൾക്ക് പ്രത്യേക കാര്യം. കിഡ്സ് ആയതുകൊണ്ടല്ല, കിഡ്സ് ആയതുകൊണ്ടായിരിക്കില്ല, എന്താണെന്നറിയില്ല. നല്ലൊരു കാര്യമല്ലേ. നല്ല ആൺകുട്ടികളും ഉണ്ട് നമ്മുടെ സ്കൂളുകളിൽ. എല്ലാവരെയും മോശമായിട്ട് നമ്മൾ പറയാൻ പറ്റില്ല. നല്ല സ്നേഹമുള്ള ആൺകുട്ടികളുണ്ട്. വിളിക്കുന്ന വിളിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ടീച്ചറെ വിളിച്ച് ചോദിക്കുന്നതിന് വളരെയധികം റെസ്പെക്ട് കൊടുത്താണ് സംസാരിക്കുന്നത്. പക്ഷെ പെൺകുട്ടികളെ സൂക്ഷിക്കണം കേട്ടോ. സ്കൂളിൽ പോകുമ്പോ പെൺകുട്ടികളൊന്നും സൂക്ഷിച്ചേരും. അടുത്തൊരു സിറ്റുവേഷൻ കൂടി ഇവിടെ പറയുന്നുണ്ട്. Even when the prayer is going on, one or two teachers should take the charge of going around the school to check the persons, enquiring the students hiding in the class and those who are acting time near the source and near the doctrine and windows. This practice they should do even while the functions and meeting are going on. ഇനി ഇവിടെ പറയുന്നത് പ്രേയർ നടക്കുന്ന സമയത്ത് അല്ലെ, പ്രേയർ നടക്കുന്ന സമയത്താണ് പലതരത്തിലുള്ള ക്രമക്കേടുകൾ നമ്മൾ കാണാം. അല്ലെ, കുട്ടികൾ പലതരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ അവിടെ കാണിക്കും. അപ്പൊ ആ സമയത്ത് എല്ലാവരും സൈലന്റ് ആയിരിക്കുന്ന സമയത്താണ് അല്ലെ, ബാക്കിലിരിക്കുന്ന കുട്ടികളായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ഒരു സമയത്ത് എന്താണ് അധ്യാപകരെന്താണ് ഒരെട്ടോ അധ്യാപകർ എപ്പോഴും സ്കൂളിലെ ചുറ്റും ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ് അല്ലെ. ശരിക്കും പ്രേയർ നടക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും എന്താണ് അസംബ്ലി നടക്കുന്ന സമയത്ത് എപ്പോഴും സൈലന്റ് ആയിരുന്നു. വളരെ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ പാലിക്കേണ്ട ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ എന്താണ് എൻക്വയറിംഗ് സ്റ്റുഡൻസ് ഹൈഡിങ് ഇൻ ദ ക്ലാസ്സസ്. ചില കുട്ടികൾ എന്താണ് ക്ലാസ്സിൽ ഹൈഡ് ചെയ്ത് ഒളിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവും, അസംബ്ലിക്ക് വരാതിരിക്കുന്ന കുട്ടികളുണ്ടാവും. അതേപോലെ തന്നെ എന്താണ് ലാറ്ററൽ ആൻഡ് ഇൻഡിവിജ്വൽസ്. ലാറ്ററൽ ആൻഡ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വാഷ് ടോയ്ലറ്റ്സിന്റെ അടുത്തൊക്കെ സമയം ചെലവഴിക്കുന്ന കുട്ടികളുണ്ട്. കുറെ സമയം ഇവിടെ പോയി നിൽക്കുന്ന കുട്ടികൾ. അങ്ങനെയുള്ള കുട്ടികളൊക്കെ എന്താണ് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ കൊണ്ടത് അങ്ങനെയുള്ള കുട്ടികളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ മാറി നിൽക്കുന്ന കുട്ടികളുണ്ട്. പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ചില ആൺകുട്ടികൾ, പെൺകുട്ടികളും ഉണ്ട് ആൺകുട്ടികളും ഉണ്ട്. രണ്ടും വരുന്നുണ്ട്. ഇപ്പൊ ഓരോരുത്തരും ഒരാളെ മാത്രമായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിൽ അസംബ്ലി നടക്കുന്ന സമയത്ത് അധ്യാപകരുടെ ഒരു നോട്ടം ഉണ്ടായിരുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യാനായിട്ട് ഏകദേശം 2 അധ്യാപകരെങ്കിലും എന്താണ് മാറ്റി നോക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക, ചെക്ക് ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുക. കുട്ടികളെ ഹൈഡ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ അഭിനയിച്ചിട്ടിരിക്കും വയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ട്. അതിനൊക്കെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കും. ഓക്കെ, this practice they should do even while the functions and meetings are going on. നമ്മൾ ഈ പ്രയറിന് കൊടുക്കുന്ന അതേപോലെ തന്നെ പ്രാധാന്യം എന്ത് കൊടുക്കണം, ഏതെങ്കിലും ഫംഗ്ഷൻസോ മീറ്റിംഗ്സോ നടക്കുന്ന സമയത്തും ഇതേപോലെ ടീച്ചേഴ്സ് കുട്ടികളെ ചെക്ക് ചെയ്യാനായിട്ട് നോക്കിയിരിക്കും. ഓക്കെ,
Then complete ചെയ്തതെന്ന് പറയാട്ടോ. If the students are taking lunch in a common place, few teachers should take the chance of managing here. That should they should impose discipline in table manners, cleanness, silence, etc. ഇങ്ങനെ ലഞ്ച് ടൈമില് അധ്യാപകർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വാക്കാണ് എന്താ ലഞ്ച് ടൈമിൽ കുട്ടികളുടെ കൂടെ ടീച്ചേഴ്സ് ഷുഡ് ടേക്ക് ദ ചേഞ്ച് ഓഫ് മാനേജ്മെന്റ്. ലഞ്ച് ടൈമിൽ കുട്ടികളുടെ ഭക്ഷണം കഴിക്കുന്നത് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ടീച്ചേഴ്സിന് ഉത്തരവാദിത്തം ഏറ്റുകൊടുക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ലഞ്ച് ടൈമിൽ പാലിക്കേണ്ടതുണ്ട്? ടേബിൾ മാനേജ്മെന്റ്, പിന്നെ ക്ലീൻനെസ്, സൈലൻസ് അല്ലെ. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഏറ്റവും കുട്ടികളോട് പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ സൈലന്റ് ആയിട്ട് കഴിക്കാനായിട്ട് പറയുക. അത് നിങ്ങളൊന്ന് ചില കുട്ടികളൊന്നും ചെയ്യില്ല. അതിനൊരു ടൈമിങ്ങും വേണം. കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ ഉണ്ടാകുന്ന കഴിക്കാൻ പറയാം കേട്ടോ. ആസ്വദിച്ച് കഴിക്കുക, ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ കുട്ടികളോട് പറയും. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഭക്ഷണം ആസ്വദിക്കില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭക്ഷണം ആസ്വദിക്കില്ല കുട്ടികള്. അവരിപ്പോ വീഡിയോ കാണുമ്പോൾ ഇപ്പൊ വെറുതെ വീഡിയോ കണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ എന്താണ് എന്ന് തിരിച്ചുപോലെ അറിയുന്നില്ല. നിങ്ങൾ ക്ലാസ് മുറിയിൽ ശ്രദ്ധിക്കുന്ന കാര്യം ഭക്ഷണം ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരോടും സംസാരിക്കരുതെന്ന് പറയും. കഴിയുന്നത് വരെ ഭക്ഷണം കഴിയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പറയാൻ പറയണം കേട്ടോ. പിന്താവിരിക്കെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പറയാൻ പറയണം. അല്ലാതെ വളരെ സമാധാനത്തോടുകൂടി ആസ്വദിച്ചത് കഴിക്കാൻ പറയാം. വേണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കറിയുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഉപ്പുമാങ്ങ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു കറിയുടെ ഇഷ്ടമുള്ള പേര് ചോദിക്കാം. ആ കറി എന്ത് ടേസ്റ്റ് ആയിരിക്കും അതിങ്ങനെ നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കഴിക്കുന്ന സമയത്ത് എല്ലാവരും നന്നായിട്ട് കയ്യിൽ കുഴച്ച് അതിലേക്ക് മുക്കിയൊക്കെ കഴിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അത് ഇഷ്ടത്തോടെ അവർ കഴിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ശീലിപ്പിക്കരുത്തില്ല കേട്ടോ. വളരെ അവർ ഫുഡിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുറത്തൊന്നും പോവാതെ എല്ലാവരുടെ കയ്യിലും ടവൽസ് ഉണ്ടാവും അല്ലെ, അതിൽ മാത്രം പോകുന്ന രീതിയിൽ പുറത്തോട്ട് പോകാത്ത രീതിയിൽ കഴിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യും. വളരെ ക്ലീൻ ആയിട്ട്, അതായത് കയ്യിൽ കംപ്ലീറ്റ് ഫുഡ് ആവാതെ ബാക്കി ചെറു വിരലുകളിൽ മാത്രമാണ് ഫിംഗേഴ്സിന് മാത്രം ഫുഡ് ആവാത്ത രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, കേക്ക് സെക്ഷൻസിലും അല്ലെങ്കിൽ 1 സ്റ്റാൻഡേർഡ് വരുന്ന കുട്ടികളാണ് നമ്മുടെ ഏറ്റവും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ അവരൊന്ന് ശീലം വെക്കും. അതേപോലെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് മാത്രം വെള്ളം കുടിപ്പിക്കുക. ഓക്കെ, ഇൻ കേസ് ഓഫ് എമർജൻസി, അതായത് എമർജൻസി മീൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവർ കുടിച്ചിട്ട്, അല്ലാത്ത പക്ഷം ഭക്ഷണം കഴിച്ച് കഴിയാതെ വെള്ളം കുടിപ്പിക്കുക കേട്ടോ. അത് പെട്ടെന്ന് വെള്ളം കുടിച്ചു ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോൾ വയറും ഫുള്ളാകുന്ന കുട്ടികളത് കഴിക്കില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മളുടെ ഡിസിപ്ലിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അടുത്തത് few teachers should take the charge of gate watching. In the morning, daily at first from 1 hour before the prayer, and few teachers in the stoppage of the day at least from 15 minutes along well, and half an hour after the long bell to check the discipline. ഇനി കുറച്ച് ടീച്ചേഴ്സിന്റെ ഗേറ്റ് വാച്ചിങ് ഡ്യൂട്ടി വെക്കും. തസ്മി പറഞ്ഞ പോലെ തസ്മിക്ക് ഉണ്ടായിരുന്നു ഗേറ്റ് ഡ്യൂട്ടി. തസ്മി പോയോ? അതായത് രാവിലെ ഗേറ്റിന്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നോ? ഗേറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നോ? ഉണ്ട്. ക്ലാസ് സ്കൂൾ ബസ് കയറ്റി വിടാനും സ്കൂൾ ബസ്സിന്റെ കുട്ടികൾ വരുന്നത് ലൈൻ കീപ്പ് ചെയ്തിട്ടാണോ എന്നൊക്കെ നോക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഡെയിലി മോർണിംഗും ഈവനിങ്ങും ആയിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് ആണ്. ഇവിടെ പറയുന്നത് എന്താണ്? 1 hour ബിഫോർ ദ പ്രയറിന് മുമ്പായിട്ട് എന്താണ് നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരോടും വാച്ച് ചെയ്തിരിക്കുന്നത്. few teachers in the stoppage of the day at least from the 15 minutes along the way. നമ്മള് പ്രയറിന്റെ നമ്മൾ ശരിക്കും ക്ലാസ്സിൽ എപ്പോ എത്തിരിക്കണം? അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്ലാസ്സിൽ സ്കൂളിൽ എപ്പോ എത്തിച്ചേരണം? കുട്ടികളെ പറയുന്നതല്ല, നമ്മളുടെ ആരും പറഞ്ഞേ പ്രയറിന് മുമ്പ് നമ്മളൊരു 15 മിനിറ്റ് മുമ്പെങ്കിലും സ്കൂളില് എത്തണം എന്നുള്ള രീതി എന്നോട് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അതെ അതെ, വെരി ഗുഡ്. 15 മിനിറ്റ് അത് കറക്റ്റ് ആണെങ്കിൽ 20 മിനിറ്റ്സ് ഒരിക്കലും പറയില്ല. 15 മിനിറ്റ്സിന് മുമ്പ് നിങ്ങൾ എത്തിച്ചേരാൻ നിങ്ങളുടെ പങ്ക്ച്വാലിറ്റിയുടെ ഭാഗമാണ് കേട്ടോ. യെസ്, അപ്പൊ അത് ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഹറി പറയുന്നത് നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല എല്ലാ സ്കൂളിൽ പറയും. അത് നിങ്ങൾ എല്ലാവരും കീഴ്പേരട്ടോ. ആ ഒരു കാര്യത്തിൽ ഒരു വീഴ്ചയും പാടില്ല. സ്കൂൾ ടൈമിന് 15 മിനിറ്റ് മുമ്പ് നിങ്ങൾ സ്കൂളിൽ എത്തിയിരിക്കണം.
നിർബന്ധമാണ്, നിങ്ങളുടെ റുട്ടീൻ ആക്കി മാറ്റേണ്ട ഒരു കാര്യമാണ്. അതിലെന്തെങ്കിലും വിട്ടുവീഴ്ച വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആഫ്റ്റർ എഫക്ട്സുകളുണ്ട്. ഒരുപാട് വഴക്കുകൾ കേൾക്കേണ്ടി വരും, നമ്മുടെ ക്ലാസ്സിൽ ഒരു അറേഞ്ച്മെന്റ്സ് ഉണ്ടാവില്ല. പിന്നെന്താണ്, മൊത്തത്തിൽ സ്റ്റാഫുകളുടെ ഇടയിൽ തന്നെ നമുക്കൊരു മോശം ബിഹേവിയർ, മോശമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, അതൊക്കെ ഇതിന് വരെ നിങ്ങൾക്ക് അനുഭവിച്ചാൽ മനസ്സിലാവും. ഞാൻ 2-3 പ്രാവശ്യം ഞാനിങ്ങനെ വൈകിപ്പോയി, ബസ് ലേറ്റ് ആയതുകൊണ്ടാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അത് ടീച്ചേഴ്സ് ഒന്നും പറഞ്ഞില്ല, പക്ഷെ അവരുടെ നോട്ടത്തിൽ നമുക്ക് മനസ്സിലായത് ലേറ്റ് ആയി വന്നേണ്ട ഒരു നോട്ടം ഉണ്ടാവും അല്ലെ, അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ സിറ്റുവേഷൻ ബസ് ലേറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ക്ലാസ്സിൽ എത്താൻ വൈകിട്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ പോയപ്പോൾ സാറ് പറഞ്ഞു, മിസ് PTD ആണ്, നമ്മൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാം. അപ്പൊ മിസ് തന്നെ ഇങ്ങനെ ലേറ്റ് ആയി വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് 2 വീലർ എടുത്ത് ലൈസൻസ് എടുത്ത് ഞാൻ തന്നെ വണ്ടി എടുത്ത് ഞാൻ അപ്പൊ നമ്മളെന്താ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേരത്തെ എത്താനായിട്ട് ശ്രമിക്കുക. എല്ലാവരും, എല്ലാ ടീച്ചേഴ്സിനോടും ഞാൻ പറയുന്നത്, കേജിലെ എല്ലാ ടീച്ചേഴ്സിനോടും കൂടിയാണ് പറയുന്നത്. അത് നിങ്ങൾ ആദ്യം നോക്കാം. നമ്മൾ നേരത്തെ എത്തിയാൽ തന്നെ നമ്മുടെ കുറെ കാര്യങ്ങൾ വേഗം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അന്ന് നല്ല രീതിയിൽ ക്ലാസ് എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു ക്ലാസ് കയറി എടുക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണത്. അതിനെന്താണ്, നമ്മളുടെ സമയം അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മളൊരു അധ്യാപകരാണ്, നമ്മളെ കണ്ടിട്ടാണ് കുട്ടികൾ വരുന്നത്. ടീച്ചർ വൈകിയാണ് വരുന്നത്, പിന്നെ ഞങ്ങൾ ഇതിന് നേരത്തെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും പറയാനില്ല അല്ലേ. അപ്പൊ സമയം നോക്കുക കറക്റ്റായിട്ട്. ഗേറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ എന്താണ്, പ്രയറിന് 15 മിനിറ്റ്സ് മുമ്പ് തന്നെ നമ്മൾ സ്കൂളിൽ എത്താം. ഫസ്റ്റ് ബെൽ അടിക്കുന്നതിന് മുമ്പെങ്കിലും നമ്മൾ എത്തിയിരിക്കും. ഈ സ്പ്രെയർ വിട്ടാലും ഫസ്റ്റ് ബെൽ അടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കണം. Then the long bell and half an hour after the long bell to check the discipline. ഇനി ലോങ് ബെൽ അടിച്ചതിന് ശേഷം എന്താ ചെയ്യുന്നത്? എല്ലാവരും ഡിസിപ്ലിൻ ആണോ എന്നുള്ളത്. ഹലോ, ലോങ് ബെൽ അടിച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ചെക്ക് ദ ഡിസിപ്ലിൻ. എല്ലാവരും ക്ലാസ്സിൽ കയറിയിട്ടുണ്ടോ, പുറത്താരെങ്കിലും ഉണ്ടോ? വെരി ഗുഡ്. അതല്ലേ, കുട്ടികളെ പുറത്തുണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് എല്ലാവരും അകത്ത് കയറിയിട്ടുണ്ടെന്ന് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പൊ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ബഹളം വെക്കുന്ന കുട്ടികളുണ്ട് അല്ലെ, ചിലവർ ഭയങ്കര പ്രശ്നക്കാരായിരിക്കുമെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതും നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തവർ അച്ചടക്കത്തോട് കൂടി ക്ലാസ്സുകളിലേക്ക് കയറ്റിയിട്ടതാണ്. പുറത്തൊക്കെ കുട്ടികൾ നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന്, ചിലപ്പോൾ നമ്മളെ കണ്ണ് വെട്ടിച്ചിട്ട് പോകുന്ന കുട്ടികളുണ്ടാവും, നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ തന്നെ കണ്ണ് വെട്ടിക്കുന്നവരുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സാറ് വന്നത് തലക്ക് ചുറ്റും കണ്ടുണ്ടാവണം അവരെ സംബന്ധിച്ചത്. കാരണം കുട്ടികൾ എപ്പോ എങ്ങനെയുള്ളത് പെരുമാറും, എങ്ങനെ കാണിക്കുമെന്ന് പറയാൻ പറ്റില്ല. പോലീസിനേക്കാളും വിജിലന്റ് ആയിട്ടിരിക്കുന്ന ജാഗ്രതയോടിരിക്കുന്ന അധ്യാപകരാണ് ആ സാറ് പറഞ്ഞത്. ശരിയാണ്, കുറെ കാര്യങ്ങൾ, കുറെ അനുഭവങ്ങളോട് പറയുന്നത് ശരിയാണ്. കുട്ടികൾ എപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യും, എപ്പോ എന്ത് കാണിച്ചു കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് തലക്ക് ചുറ്റും കണ്ടുണ്ടായിരിക്കണം. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. നമുക്കൊരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കൃത്യമായിട്ട് സ്കൂളിൽ എത്തിച്ചേരുക, നമ്മുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുക, കുട്ടികളെ അച്ചടക്കത്തോടെ പരിപാലിപ്പിക്കുക, പഠിപ്പിക്കുന്ന ഭാഗം നല്ല രീതിയിൽ പഠിപ്പിക്കുക, ഓഫീസിൽ തരുന്ന ഡ്യൂട്ടീസുകളെ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, അറിയാത്ത പക്ഷം അത് അവരോട് ചോദിക്കുക. ഇനി ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് മാത്രമേ ഒരു വലിയ ചാപ്റ്റർ ഉള്ളൂ, ബാക്കിയൊക്കെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. വലിയൊരു ചാപ്റ്റർ ഒരു പേജ് ഉള്ളൂ. സൈൻ ഔട്ട് ആരാണ്? സൈൻ ഔട്ട് ഇല്ല. പറയാമേ. സൈൻ ഔട്ട് ഇല്ല. അതിനോട് പറയാം. സാരമുള്ള പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ. കേൾക്കണില്ലേ? ഇപ്പൊ കേൾക്കാം. സാരമുള്ള വചനങ്ങൾ കേൾക്കലും നീരസാർത്ഥം അറിയുന്നു ദുർജനം. ക്ഷീരമുള്ളോർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അർത്ഥമുള്ള വാക്കുകൾ കേട്ടാൽ നല്ല മനസ്സുള്ളവർ നല്ലതായും ചീത്ത മനസ്സുള്ളവർ ചീത്തയായും വിചാരിക്കുന്നു. നല്ല പാലുണ്ടായിട്ടും അകിടിൻ ചോര കുടിക്കാനല്ലോ കൊതുക് വരുന്നത്. സൈൻ ഔട്ട് ബൈ പ്രസീത ഫ്രം തൃശൂർ. പ്രസീത ഒന്നില്ലേ സൈൻ ഇൻ ചെയ്തത്? അതെ, ഇവിടെ എന്താണ് MTXല് സൈൻ ഇനും സൈൻ ഔട്ടിനും ശാപം വന്നിട്ടുണ്ടോ? ബാക്കി ടീച്ചർമാർക്ക് പ്രസീത ബാക്കിയുള്ളവർക്ക് അങ്ങ് കൊടുത്തേക്കുന്നു കേട്ടാ.
ഇനി ചെയ്യാൻ ആ. പറഞ്ഞാൽ ഞാൻ സമയം മുമ്പ് കേറുന്നുള്ളൂ, എല്ലായ്പ്പോഴും വരാറില്ല. ബാക്കി എല്ലാവരും ചെയ്യുന്നോട്ടെ. ഞങ്ങൾ ഏകദേശം ക്ലാസ് ഒക്കെ പതിയെ പതിയെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് അവസരങ്ങളില്ല സൈൻ ഔട്ട് ഒക്കെ ചെയ്യാനായിട്ട്. ആരോ പറയാന്ന് പറഞ്ഞിരുന്നു. ചെയ്യാറുണ്ട് മാം. മിസ് ഷേർലി ഞാൻ പറയാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളൂ. അല്ല, എനിക്ക് ഞാൻ വിളിച്ചിട്ട് കേൾക്കുന്നില്ല, എന്താന്ന് അറിയത്തില്ല. ഞാനാണ് ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്, പക്ഷെ മിസ്സും കേൾക്കുന്നില്ല, ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതാ ഞാൻ പിന്നെ മാറിയിച്ച്. സോറി ഷേർലി, കേട്ടില്ല. ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോ പോവായിരുന്നു. അപ്പൊ മിസ് ഞാൻ പറഞ്ഞു കൊറേ ആരും തവണ വരാണ്ടായിട്ട്. ഞാനാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ആരും ഒന്നും പറയുന്നില്ല, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ശരി, ഇപ്പൊ ഓക്കെ. നല്ല ക്ലിയർ ആണ് ഷേർലി. മഴയൊക്കെ കുറഞ്ഞോ? മഴ ഉണ്ട്. മഴയൊക്കെ കുറഞ്ഞു. എല്ലാം പ്രസീത പറഞ്ഞല്ലോ, നല്ല കാര്യം.